വളരെ ശ്രദ്ധേയമായ ഒരു സന്ദർശനമാണ് ഖത്തർ അമീർ നമ്മുടെ തലസ്ഥാനത്ത് നടത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എല്ലാ പ്രോട്ടോക്കോളുകളും മാറ്റിവെച്ച് അദ്ദേഹത്തെ എയർപോർട്ടിലെത്തി സ്വീകരിച്ചു. ആ ഊഷ്മളമായ സ്നേഹത്തിന് പിന്നിൽ ഖത്തറും ഇന്ത്യയും തമ്മിലുള്ള ചില ബന്ധങ്ങളുണ്ട്. കാരണം നമ്മുടെ ഏതാനും നാവിക ഉദ്യോഗസ്ഥരെ വധശിക്ഷയ്ക്ക് വിധിച്ച ഒരു തീരുമാനം ഖത്തറിൻ്റെ ഭാഗത്തുണ്ടായിരുന്നു. മോദി ഖത്തർ സന്ദർശിച്ചതിന് ശേഷം ആ തീരുമാനം ഇളവ് ചെയ്ത് ചാരവൃത്തി ആരോപിച്ച് അറസ്റ്റിലായിരുന്ന നമ്മുടെ മുൻ നാവികസേനാ ഉദ്യോഗസ്ഥരെ നിരുപാധികം ഖത്തർ വിട്ടയച്ചിരുന്നു. പിന്നെ അതുപോലെ ഖത്തറിനെതിരെ അറബ് രാജ്യങ്ങൾ ഉൾപ്പെടെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഖത്തറിനെ ഇന്ത്യ ഒരുപാട് സഹായിച്ചു. ഞാൻ വായിച്ചിട്ടുള്ളത് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ്, അവിടെ പശുക്കൾക്ക് പാലിന് ക്ഷാമം ഉണ്ടായപ്പോൾ ഇന്ത്യയിൽ നിന്ന് പശുക്കളെ വരെ കയറ്റി അയച്ചു. ഖത്തർ എന്നിട്ട് ഇന്ത്യക്കാർക്ക് വിസ ഓൺ അറൈവലായിരുന്നു ഈ വിസ നടപ്പാക്കിയിരുന്നത്. അപ്പോൾ കുറേ കാലമായി ഖത്തറുമായി മോദി വന്നതിന് ശേഷം നല്ല ബന്ധമുണ്ട്. ആ നല്ല ബന്ധം മാത്രമാണോ എയർപോർട്ടിൽ മോദി നേരിട്ടെത്തി ഖത്തർ രാജാവിനെ, അങ്ങനെ പറയാമല്ലോ, അമീർ എന്ന് പറഞ്ഞ രാജാവ് തന്നെയാണ്, രാജാവോ സുൽത്താനോ ആരെങ്കിലും ആവട്ടെ, ഖത്തർ ഭരണാധികാരിയെ സ്വീകരിച്ചതിൻ്റെ പിന്നിലുള്ളത്? വളരെ ശ്രദ്ധ പിടിച്ചു പറ്റിയൊരു സ്വീകരണമാണ് ഈ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനിക്ക് നമ്മുടെ പ്രൈം മിനിസ്റ്റർ മോഡി കൊടുത്തത്. അദ്ദേഹം മാത്രമായിരുന്നില്ല, എസ് ജയശങ്കർ നമ്മുടെ ഫോറിൻ മിനിസ്റ്ററും കൂടെ പോയിരുന്നു. അത് പറയുമ്പോൾ ഞാൻ ഓർക്കുന്നത്, ഈ ഫ്രാൻസിൽ നമ്മുടെ പ്രധാനമന്ത്രി എന്നപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റ് എയർപോർട്ടിൽ വന്ന് സ്വീകരിച്ചു. അതുകൂടാതെ യാത്രയാക്കാനും എയർപോർട്ടിൽ ചെന്നു. ഇവിടെ ചിലരൊക്കെ ഒരു കൈ കൊടുത്തില്ല എന്ന് പറഞ്ഞാൽ വിവാദമൊക്കെ ഉണ്ടാക്കി നടക്കുന്ന ആളുകൾ പിന്നെ മിണ്ടിയിട്ടില്ല. അതായത് തിരിച്ച് പോകാൻ നേരത്തും എയർപോർട്ടിൽ ചെന്ന് നമസ്തേ പറഞ്ഞ് വിടുന്ന ഫ്രഞ്ച് പ്രസിഡന്റിനെ കണ്ടപ്പോൾ, അതായത് റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ നമ്മൾ അദ്ദേഹത്തെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റായിട്ട് വിളിച്ചിട്ടുണ്ട്. പിന്നെ ഇവർ തമ്മിൽ ഈ ടെററിസത്തിനെതിരെ ഒരു സന്ധിയില്ലാ സമരം നടത്തുന്ന ആൾക്കാരെന്നുള്ള രീതിയിൽ അവർക്ക് പരസ്പരം വലിയൊരു താല്പര്യമുണ്ട്. പിന്നെ നമ്മൾ അവരുടെ ആയുധങ്ങൾ ഒരുപാട് വാങ്ങിക്കും. ഇന്ത്യയുടെ കുറച്ച് അങ്ങോട്ട് ഇപ്പോൾ എടുക്കുന്നുണ്ടെന്നോ. അപ്പം അങ്ങനെ അവർ തമ്മിൽ വലിയ ലോഹ്യമുണ്ട്. റഷ്യ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് ഒന്ന് ഫ്രാൻസിൽ നിന്നാണ്. റഫേലൊക്കെ ആ രീതിയിലാണല്ലോ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ വളരെ വാം വെൽക്കമാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തെ അൽത്താനിനെ പേഴ്സണലി ഗ്രീറ്റ് ചെയ്തു. മാത്രമല്ല ബ്രദർ എന്നുള്ള രീതിയിലാണ് അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പോൾ വളരെ ക്ലോസ് റിലേഷനാണ്, ഫോർമലായിട്ടുള്ള ഏർപ്പാടുകളെല്ലാം. അപ്പോൾ ഇത് കാണുമ്പോൾ എന്താണ് ഇദ്ദേഹത്തോട് മാത്രം അല്ലെങ്കിൽ മറ്റുള്ളവരോടൊന്നും കാണിക്കാത്തൊരു അടുപ്പം എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തോട് കാണിക്കുന്നത് എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അല്ലെങ്കിൽ പ്രശ്നമല്ല, എല്ലാവർക്കും ഇങ്ങനെ ഒരു സംശയമുണ്ട്. അപ്പോൾ നമുക്ക് ട്രേഡ്, എനർജി, ടെക്നോളജി, ഇൻവെസ്റ്റ്മെൻ്റൊക്കെ ആ മേഖലകളിലൊക്കെ ഇവരുമായിട്ട് സഹകരണമുണ്ട്. മാത്രമല്ല ഇന്ത്യയും ഈ പറയുന്ന ഖത്തറുമായിട്ടുള്ള ബൈലാറ്ററൽ ട്രേഡ് എന്ന് പറഞ്ഞാൽ $20 ബില്യൺ ഒരു വലിയ കണക്കാണത്. പിന്നെ അതേപോലെ ഇന്ത്യയുടെ 8.4 lakh പീപ്പിളാണ് അവിടെ താമസിക്കുന്നത് ഖത്തറിൽ. ഖത്തറിൻ്റെ ടോട്ടൽ പോപ്പുലേഷൻ അവിടെ ഉള്ളത് 30 lakhs ആയിട്ടാണ്. അതിൽ 8.4 lakh ഇന്ത്യൻസ്, 8,40,000 പേര് ഇന്ത്യക്കാരാണ്. അപ്പോൾ എത്ര നല്ലൊരു പെർസെൻറ്റേജ് അവിടെ വരികയാണ് ഇന്ത്യക്കാർ. പിന്നെ മാത്രമല്ല വലുതും ചെറുതുമായിട്ട് അബൌട്ട് 15,000 ഫേംസ് ഇന്ത്യക്കാരുടെ അവിടെയുണ്ട്. നമ്മുടെ മലയാളികൾ അധികം പോകുന്നത് അവിടെ എന്തെങ്കിലും തൊഴിൽ ചെയ്യാനാണ്. പക്ഷേ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് മഹാരാഷ്ട്ര അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരവിടെ ഇൻവെസ്റ്റ് ചെയ്യാണ്. സ്വന്തം സ്ഥാപനം ഉണ്ടാക്കലാണ് അവർക്ക് താല്പര്യം, ബിസിനസ് ചെയ്യാനാണ്. നമ്മുടെ മലയാളികളെപ്പോഴും ഈ പ്രൊഫഷൻ എന്തെങ്കിലും വേണം, സർവീസ് ജോലി വേണം, സ്ഥിരം ശമ്പളം വേണം. അതാണ്. മറ്റവരങ്ങനെയല്ല. ഇപ്പോൾ കുവൈറ്റിൽ നിന്നും നഷ്ടപരിഹാരം കൊടുക്കുന്ന സമയത്ത് ഈ സദ്ദാം ഹുസൈനെ ഓടിച്ച് അവിടെ രാജാവ് തിരിച്ചു വന്നപ്പോൾ നഷ്ടപരിഹാരം കൊടുത്തു. അപ്പോൾ കേരളത്തിലെല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് അവിടെ നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ അത് മുഴുവനും ഇങ്ങോട്ട് വരും എന്നാണ്. കാരണം നമ്മുടെ ഇഷ്ടംപോലെ ആൾക്കാർ കുവൈറ്റിലുണ്ട്, അത്രയും വേറെ എങ്ങൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ ഈ നഷ്ടപരിഹാരത്തിൻ്റെ എമൗണ്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലാകുന്നത് കേരളത്തേക്കാൾ കൂടുതൽ മഹാരാഷ്ട്രയിലാണ് പോയത്. കാരണം മഹാരാഷ്ട്രക്കാർ അവിടെ പോകുന്നവർ സ്വന്തം ബിസിനസ്സാണ്, ദേ ആർ ഓൺട്രപ്രണേഴ്സ്. നമ്മൾ അവിടെ ജോലി ചെയ്യാണ്. അപ്പോൾ എന്ന് പറഞ്ഞോണം ഈ ഇവിടെ ഖത്തറിൽ വളരെയധികം സ്ഥാപനങ്ങൾ നമ്മുടെ ഇന്ത്യക്കാർ നടത്തുന്നുണ്ട്. ടു ദി ട്യൂൺ ഓഫ് 15,000 അത്രയും സ്ഥാപനങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഈ സെക്യൂരിറ്റി ലാൻഡ്സ്കേപ്പ് ഓഫ് മിഡിൽ ഈസ്റ്റ്, അതിൽ വളരെ ക്രൂഷ്യൽ റോളുള്ളൊരു രാജ്യമാണ് ഖത്തർ. ആ പ്രാധാന്യം നമ്മൾ അംഗീകരിച്ചേ മനസ്സിലാവുള്ളൂ. മാത്രമല്ല എത്രയോ രാജ്യങ്ങളായിട്ട് താലിബാനും ഹമാസും ഇസ്രായേലും ഒക്കെ ആയിട്ട് ഒരേ സമയം ബന്ധം പുലർത്താനായിട്ട് അവർക്ക് കഴിയുന്നുണ്ട്. അവരെയൊക്കെ തമ്മിലൊരു ധാരണയിലെത്തിക്കാൻ കഴിയുന്നുണ്ട്. പലർക്കും അതിൽ വിരോധമുണ്ട്. ഈ കുറച്ച് ഈ ടെററിസത്തെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു ലൈനിൽ ചില സംശയങ്ങളുണ്ട്. അതുകൊണ്ടാണ് സാറ് നേരത്തെ പറഞ്ഞ ചില രാജ്യങ്ങൾ ഇവർക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു. സൗദി അറേബ്യ അല്ല, ഇപ്പോൾ ഹമാസിൻ്റെ നേതാക്കന്മാരാണെങ്കിലും ഖത്തറിലാണ്. അമേരിക്ക ഒന്ന് വിരട്ടിയപ്പോഴാണ് അവരവിടുന്ന് പോയത്.
അപ്പോൾ പോവേണ്ടി വന്നു. അതെ, ഈ UAE ഉണ്ടായിരുന്നു, ഈജിപ്റ്റ് ഉണ്ടായിരുന്നു, സൗദി അറേബ്യ ഉണ്ടായിരുന്നു, അവരൊക്കെ കൂടി ഒരു വിരോധം ഏർപ്പെടുത്തിയായിരുന്നു. അപ്പോൾ സാറി പറഞ്ഞോണം കുറേ അധികം സഹായം ഇന്ത്യ ആ സമയത്ത് ചെയ്തിരുന്നു. പിന്നെ ഹമാസിൻ്റെ ഈ ഗാസയിൽ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ മാത്രം ഉണ്ടായിരുന്നത് സിൻവറാണ്. ബാക്കി ഹാനിയൊക്കെ എപ്പോഴും ഖത്തറിൽ തന്നെയായിരുന്നു. മാത്രമല്ല അവരുടെയൊക്കെ പേരിൽ ഒരുപാട് കോടാനുകോടി രൂപയുണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും അപ്പോൾ ഇവരെല്ലാവരുമായിട്ടും ഖത്തറിന് നല്ല റിലേഷൻഷിപ്പ് ഉണ്ട്. അവർക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് അവിടെയുണ്ട്. ആ ഇൻഫ്ലുവൻസ് ഒരുപക്ഷെ നമുക്കും ആവശ്യമായിട്ട് വരും പലപ്പോഴും. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സണലായിട്ട് ഇവർ തമ്മിലുള്ള ഒരു അടുപ്പത്തിൻ്റെ ഒരു പ്രധാന കാരണം ഈ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി അദ്ദേഹവും ആയിട്ട് മോഡി ഒരു പ്രാവശ്യം ഒരു ചെറിയ ഡിപ്ലോമാറ്റിക് ഒരു ഏർപ്പാട് ട്രൈ ചെയ്തായിരുന്നു. അതായത് സാറ് പറഞ്ഞ കാര്യം തന്നെയാണ്, ഈ 8 ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥന്മാരെ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചിരുന്നു. ആ വധശിക്ഷയിൽ നിന്നും അവർക്ക് ഇളവ് കൊടുക്കാനായിട്ട് മോഡി സ്വാധീനം ചെലുത്തിയിരുന്നു. ഇന്ന് കുറച്ച് ഡിസ്കഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെല്ലാവരെയും മോചിപ്പിച്ചു എന്നുള്ളതാണ്. പിന്നെ നമുക്ക് താല്പര്യം ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 40% ഓഫ് അവർ LPG ആൻഡ് LNG വരുന്നത് ഖത്തറിൽ നിന്നാണ്. അപ്പോൾ ആ രീതിയിലും നമുക്ക് അവരോട് പിന്നെ ചിലപ്പോൾ ഈ യുക്രൈൻ വാറൊക്കെ സംഭവിച്ചതിന് ശേഷമാണ് റഷ്യയിൽ നിന്ന് ഖത്തറയും ഇറക്കുമതി ചെയ്യുന്നത്, കുറച്ച് വില കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഖത്തറായിട്ടാണ് സ്ഥിരം കൂടുതൽ നമുക്ക് LPG LNG ഒക്കെ ആയിട്ടുള്ള കാര്യം ആശ്രയിക്കേണ്ടി വരുന്ന അവരെയാണ്. പിന്നെ നമ്മൾ വേറൊരു കാര്യം കാണുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജയശങ്കർ അല്ലെങ്കിൽ ഈ പുതിയ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ ജയശങ്കർ ഫോറിൻ മിനിസ്റ്ററായി. എന്നിട്ട് അദ്ദേഹം ഏറ്റവും ആദ്യം നടത്തിയ ഫോറിൻ വിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഖത്തറിലേക്കായിരുന്നു. അപ്പോൾ ഓരോരുത്തരും ആ ഫോറിൻ വിസിറ്റ് നടക്കുമ്പോൾ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് ആദ്യം ആ രാജ്യത്തെ വിസിറ്റ് ചെയ്യും. രാജീവ് ഗാന്ധി പ്രൈം മിനിസ്റ്ററായപ്പോൾ ആദ്യം അമേരിക്കയിലേക്കാണ് പോയത്. പക്ഷേ ഇവിടെ ജയശങ്കർ ഏതായാലും ആദ്യം പോയത് ഖത്തറിലേക്കാണ്. കാരണം ഖത്തറിനെ കൊണ്ട് നമുക്കിങ്ങനെ പല കാര്യങ്ങളുണ്ട്. മാത്രമല്ല ഖത്തറാണെങ്കിലും ഇന്ത്യ അങ്ങനെ ഒരു സ്ലേവിഷ് മെൻറ്റാലിറ്റിയിൽ പെരുമാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മുടെ വളരെയധികം ആൾക്കാർ അവിടെയുണ്ട്. അവിടുത്തെ ആ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഇന്ത്യക്കാരെ കൊണ്ടാണ്. കൺസ്ട്രക്ഷൻ മാത്രമല്ല, നമ്മുടെ ഡോക്ടേഴ്സും എൻജിനീയേഴ്സും അതേപോലെ ഉന്നത സ്ഥാനത്തിരിക്കുന്ന പലരും ഖത്തറിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഖത്തറിന് നമ്മളോട് ബഹുമാനം തോന്നും സ്വാഭാവികമായിട്ടും. കാരണം ഇമ്പോർട്ടൻറ്റ് പൊസിഷൻസിലും കീ പൊസിഷൻസിലും ഇന്ത്യക്കാർ വളരെയധികം അവിടെ വർക്ക്. അത് മാത്രമല്ല, ഇടയ്ക്ക് ചില പരാതികളുണ്ടായിരുന്നു. ഖത്തർ വിസ കൊടുക്കുമ്പോൾ ഇന്ത്യയിൽ നിന്നുള്ള ഹിന്ദുക്കൾക്ക് കൊടുക്കുന്നില്ല എന്നൊരു പരാതി പലരും പറഞ്ഞു കിട്ടുന്നു. ഒരു പക്ഷേ അത് ആ ഒരു ഇഷ്യൂയും കൂടെ വന്നിട്ടുണ്ടാവാം. പക്ഷെ ഇപ്പം അത് സോർട്ട് ഔട്ട് ചെയ്തിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഇത്രയും ലോഹ്യത്തിൽ അതെ, ഹിന്ദുക്കൾക്കും പിന്നെ ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്നില്ല. ഭൂരിപക്ഷവും മുസ്ലിങ്ങൾക്കാണ് പ്രയോറിറ്റി എന്നൊരു പരാതി പ്രവാസികളായ പലരും പറഞ്ഞു. നമ്മളോട് പോലും ചിലർക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചില കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ താലിബാനൊക്കെ ആയിട്ട് ഇവരെങ്ങനെ ഈ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യണേ, ഹമാസായിട്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണേ എന്നൊക്കെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ വേറെ പലർക്കും സൂചിക്കാത്തൊരു ഏർപ്പാടാണ് അൽ ജസീറ. ഈ അൽ ജസീറ ഇപ്പോൾ ഇസ്രായേലിലേക്ക് അവർ കയറ്റുന്നില്ല, അവിടെ കയറാൻ പാടില്ല, വെസ്റ്റ് ബാങ്കിലും കയറാൻ പാടില്ല. ഈജിപ്തിലും ഇതേപോലെ തന്നെയാണ്. ഈജിപ്തിൽ ഒരിടയ്ക്ക് സ്ഥിരം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈജിപ്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായ കാലഘട്ടത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ അൽ ജസീറയുടെ റിപ്പോർട്ടർ ഇത്ര ദിവസമായിട്ട് ഇവിടെ കിടക്കുന്നെന്ന് പറഞ്ഞു. പല വർഷങ്ങളായി. അപ്പോൾ ആ കൃത്യം ഡേയ്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഇത്ര ദിവസമായിട്ട് ഞങ്ങളുടെ ആൾക്കാർ അവിടെ ഈജിപ്തിലെ ജയിലിലാണെന്നും പറഞ്ഞ് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ന്യൂസൊക്കെ കൊടുക്കുമ്പോൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ഈജിപ്റ്റ് മൈൻഡ് ചെയ്തില്ല കേട്ടോ. ഈജിപ്റ്റ് അവരുടെ താല്പര്യത്തിനെതിരെ ഈ അൽ ജസീറയുടെ എന്തെങ്കിലും പ്രവർത്തനം ഉണ്ടായപ്പോൾ തക്ക നടപടി സ്വീകരിക്കുന്നു. മിലിറ്ററി ഗവൺമെൻറ് ആണല്ലോ. അപ്പോൾ ആദ്യം വന്നിരുന്ന മോർസി എന്ന് പറയുന്ന പ്രൈം മിനിസ്റ്റർ, അതായത് ഡെമോക്രസി കുറച്ച് നാളത്തേക്ക് അവിടെ ഉണ്ടായിരുന്നല്ലോ ഈജിപ്തിൽ. ഡെമോക്രസി ഉണ്ടായിരുന്ന കാലത്ത് അൽ ജസീറ ഭയങ്കര സന്തോഷമൊക്കെ പ്രകടിപ്പിക്കുമായിരുന്നു. അലി മോർസി ആയിരുന്നു അന്നത്തെ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ അന്നത്തെ മുസ്ലിം ബ്രദർഹുഡാണ് ഭരിച്ചിരുന്നത്. അതിൽ ഇവർക്ക് അൽ ജസീറയ്ക്ക് വലിയ താല്പര്യമായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് പട്ടാളം അധികാരം പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ പട്ടാളത്തിനെതിരെ തിരിയാൻ തുടങ്ങി വരും. അപ്പോൾ ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റിനെ സ്ഥിരമായിട്ട് ആക്രമിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഈജിപ്തിന് ഇവരോട് ഖത്തറിനോടും താല്പര്യമില്ല, അൽ ജസീറയോടും താല്പര്യമില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ അവിടുത്തെ അൽ സിസിക്കൊക്കെ വലിയ ദേഷ്യമാണ്. അതിലൊരു വ്യത്യാസം വന്നിട്ടില്ല. പക്ഷേ ഈവൻ അമേരിക്ക അവർക്കും കംപ്ലൈൻ്റ് ഉണ്ട്. ഇവർ ഈ ടെററിസ്റ്റായിട്ട് എങ്ങനെ ഇത്ര നല്ല ടേംസിൽ പോകണമെന്നുള്ളൊരു സംശയമുണ്ട്. പക്ഷേ ഇന്ത്യ ഒന്നും മൈൻഡ് ചെയ്യണില്ല. ഇന്ത്യക്ക് ഖത്തറിനെ കൊണ്ട് ഉപദ്രവമില്ലെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളതാണ്. പിന്നെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ
യൂറോപ്പ് ഈ ഖത്തറിൻ്റെ എണ്ണയ്ക്ക് വേണ്ടി വളരെയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം അവർ റഷ്യ എന്നുള്ള ഇറക്കുമതി നിർത്തി യൂറോപ്യൻ കൺട്രീസ് ഈ യുക്രൈൻ പ്രശ്നത്തിൽ. അപ്പോൾ ഖത്തറിൻ്റെ സഹായം ഈ കാര്യത്തിലൊക്കെ ഇന്ത്യക്ക് ആവശ്യമാണ്. അതുകൊണ്ട് എപ്പോഴും ഖത്തറിന് അത് മാത്രമല്ല, മറ്റൊന്ന് പറഞ്ഞു കേട്ടോ, അമേരിക്കയുടെ ഒരു ബേസ് ഖത്തറിലുണ്ട്. ട്രംപിന് താല്പര്യമില്ല, അത് പിൻവലിക്കാൻ ഉദ്ദേശിക്കുന്നു. ഒരു പക്ഷേ അങ്ങനെ വന്നാൽ ഖത്തർ ആവശ്യപ്പെട്ട ഇന്ത്യ സൈനിക സഹായം ഖത്തറിന് കൊടുക്കും എന്ന് ഒരു പറച്ചിൽ ഉണ്ട്. പക്ഷെ അല്ല, അമേരിക്കയായിട്ട് മുട്ടാനൊക്കെ പോകുമോ? അല്ല, അമേരിക്ക പിന്മാറിയാൽ അവിടെ നമ്മൾ അമേരിക്ക പിന്മാറിയാൽ ആരെങ്കിലും വേണമല്ലോ. പക്ഷെ അമേരിക്കയും ഈ പറഞ്ഞതുപോലെ അവർക്ക് സ്ട്രാറ്റജിക്കലായിട്ട് ഖത്തറിലുള്ളൊരു ബേസ് വേണ്ടത് എന്നതാണ്. ഉദയ്ദ് എയർബേസ് എന്ന് പറഞ്ഞിട്ടാണ് അമേരിക്കയുടെ ഒരു ബേസ് അവിടെ ഉണ്ട്, എയർഫോഴ്സിൻ്റെ ബേസ് ഉണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല, ഗുണം ഖത്തറിന് മാത്രമാണ് എന്നാണ് ട്രംപിന്റെ ഒരു വാദം എന്നാണ് പറയുന്നത്. ചില പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ അങ്ങനെ കണ്ടു. അത് മാത്രമല്ല, ഇപ്പോൾ ഇസ്രായേലാണെങ്കിലും ഈ ഹാനിയൊക്കെ ഖത്തറിൽ നിന്നപ്പോൾ ഇസ്രായേലൊന്നും ചെയ്തില്ലല്ലോ. അമേരിക്കയുടെ വേണ്ടപ്പെട്ട രാജ്യമാണ് അത്, പിന്നെ നമ്മൾ ഇടപെടേണ്ട എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെയും പോളിസി. അപ്പോൾ വേറെ ശത്രുക്കളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുന്നത് ഈ അമേരിക്കൻ ബേസ് ഉള്ളത് കൊണ്ടാണ് എന്നൊരു ബോധ്യമുണ്ട്. അത് എന്തിന് ഫ്രീ ആയിട്ട് വേണം? അതെ, എന്നൊരു തോന്നൽ ചോദ്യം ഇപ്പം അമേരിക്കയ്ക്ക് ട്രംപിനുണ്ട് എന്ന് വ്യാഖ്യാനിക്കപ്പെടും. ട്രംപിന് സ്വാഭാവികമായിട്ടും എല്ലാം ബിസിനസ് ഇസ് ബിസിനസ്, അതാണ് അദ്ദേഹത്തെ നമുക്ക് ചക്രം കിട്ടാത്ത പണി എന്തിനും നമ്മൾ പോകില്ല. അതാണ്. അപ്പോൾ എന്തായാലും ഈ വക കാരണങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇത്രയും താല്പര്യം ഇദ്ദേഹത്തോട് ഷെയ്ഖ്. ഏതായാലും നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ ജോലി ചെയ്യുന്നുണ്ട് ഖത്തറിലും. അവിടുത്തെ രാജ്യവുമായി നല്ലൊരു ബന്ധം ഉണ്ടാവുക, കൂടുതൽ ദൃഢപരമായ ഒരു ബന്ധം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സഹോദരങ്ങൾക്ക് ഗുണമുണ്ടാകുന്നതാണ്. രണ്ട് രാജ്യങ്ങൾ ഈ കൊണ്ടും കൊടുക്കാതെയും ഇന്ന് ഒരു ലോകത്ത് ഒരു രാജ്യത്തിനും നിലനിൽക്കാൻ പറ്റില്ല. ഖത്തറുമായും നമുക്ക് നല്ല ബന്ധം ഉണ്ടാവട്ടെ, ഇന്ത്യക്കും ഖത്തറിനും ഗുണമുണ്ടാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.